ശിവപ്രസാദ്, ഇപ്പോൾ ഇത് ആർലേക്കറുടെ ഒരു പദ്ധതി എന്ന നിലയ്ക്കല്ല, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇത് ആലോചിച്ചുറപ്പിച്ച് കൃത്യമായി നടപ്പാക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് നടക്കുന്നുണ്ട്. 2021 ചെങ്കോട്ട പ്രസംഗത്തിൽ, സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ തന്നെ പ്രധാനമന്ത്രി ഇത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ കേരളത്തിലേക്ക് അത് എത്തിയിരുന്നില്ല. പക്ഷേ ആർലേക്കർ അത് വളരെ വേഗത്തിൽ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നേരത്തെ ഭാരതാംബ വിഷയം ഉണ്ടായതാണല്ലോ. ഇപ്പോൾ അടുത്തതായി കലാലയങ്ങളിൽ നാടകങ്ങൾ, സെമിനാറുകളൊക്കെയാണ് പദ്ധതി ഇട്ടിരുന്നത്. അങ്ങനെ ഒരു സർക്കുലറും വന്നിരുന്നു. ഇന്നിപ്പോൾ SFIയുടെ പ്രതിഷേധമുണ്ടായി, MSFിൻ്റെ പ്രതിഷേധമുണ്ടായി, KSUവിൻ്റെ പ്രതിഷേധമുണ്ടായി. ഇന്നത്തെ പരിപാടി തടഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് ഇന്നത്തെ മാത്രം തടയലല്ലേ എന്നുള്ളതാണ് BJPയുടെ ചോദ്യം. നാളെ അത് സാധ്യമാകുമെന്നുള്ള ഉറപ്പ്, ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ പോകുന്നത് ശിവപ്രസാദ്? നാം കാണേണ്ടത് ചരിത്രത്തെ വളച്ചൊടിച്ച് RSS കേരളത്തിൽ നടത്താൻ ശ്രമിച്ചൊരു നാടകം കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് പൊളിച്ചിരിക്കുന്നു എന്ന ഒരു ചരിത്ര സത്യം. ആ സത്യത്തിന് മുന്നിലാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നത്. ചരിത്രത്തെപ്പറ്റി പറഞ്ഞാണ് BJPയുടെ പ്രതിനിധി ഇവിടെ ചർച്ച ആരംഭിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചരിത്രബോധത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് BJPയുടെ പ്രതിനിധി വർത്തമാനത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ദിവസം ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തൊരു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ആ പോസ്റ്റിൻ്റെ അർത്ഥസത്യം എന്തായിരുന്നു? വിഭജനത്തിൽ ദുരിതം അനുഭവിച്ച മനുഷ്യരുടെ കണ്ണീരിനൊപ്പം ഞാൻ പങ്കുചേരുന്നു. ശരി, സന്തോഷം, നല്ല കാര്യം. അതിനെ തുടർന്ന് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്ന വരി എങ്ങനെയാണ്? ആ വരി പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ, ശ്രദ്ധിച്ച് കേൾക്കണം BJPയുടെ പ്രതിനിധി, ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത കാത്തു സൂക്ഷിക്കാൻ, കമ്മ്യൂണൽ ഹാർമണി ഉയർത്തിപ്പിടിക്കാൻ, ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ നമുക്കൊന്നു ചേരണം എന്നാണ് ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വിഭജന ഭീതി ദിവസം നടത്താൻ ആഹ്വാനം ചെയ്ത അദ്ദേഹത്തിന്റെ ഉദ്ദേശം, അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞ ഈ രാജ്യത്തെ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ച് രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തണമെന്നായിരുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടതെന്താ? ഈ സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി നിരന്തരമായ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അദ്ദേഹം അഭിമാനത്തോടെ പറയുന്ന ഞാൻ RSSകാരനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാതൃസംഘടനയുടെ പലവിധങ്ങളായ പോഷക സംഘടനകൾ നടത്തുന്ന കലാപങ്ങൾ കണ്ടിട്ട് കണ്ണു തുറന്ന് നോക്കിയിട്ട് ഈ സംഘടനകളെ ഒന്ന് വിളിച്ച് നിങ്ങൾ ഈ രാജ്യത്ത് നടത്തുന്ന കലാപങ്ങൾ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ വർത്തമാനത്തെപ്പറ്റി ആദ്യം, വർത്തമാനകാലത്തെപ്പറ്റി ആദ്യം സംസാരിക്കാൻ ധൈര്യപ്പെടുക. നിങ്ങൾ ഈ രാജ്യത്തിന്റെ വർത്തമാനകാലത്തിലേക്ക് നോക്ക്. നിങ്ങൾ എങ്ങോ നടന്ന ഒരു വിഭജനത്തിന്റെ പേരിൽ മരിച്ച മനുഷ്യന്റെ കണ്ണീരിന് നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഇന്ന് ഈ രാജ്യത്തെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലേക്ക് നോക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? നിങ്ങൾ നോക്കി, ഈ രാജ്യത്തിനകത്ത് മനുഷ്യർ കലാപങ്ങളുടെ പേരിൽ മരിച്ചു വീഴുകയാണ്. പശുവിന്റെ പേരിൽ മനുഷ്യർ മരിച്ചു വീഴുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി. 200-ൽ പരം മനുഷ്യരാണ് മരിച്ചത്. കന്യാസ്ത്രീകൾക്ക് ജയിലിനകത്ത് പോയി കിടക്കേണ്ട സ്ഥിതി ഈ രാജ്യത്തിനകത്ത് ഉണ്ടാവുന്നു. മലയാളികളായതുകൊണ്ട് കേരളത്തിൽ നിന്ന് മനുഷ്യർ ചോദിക്കാൻ പോയി. മലയാളികളല്ലാത്ത എത്രയോ കന്യാസ്ത്രീമാർ, എത്രയോ പുരോഹിതന്മാർ രാജ്യത്ത് വേട്ടയാടപ്പെടുന്നു. മതസൗഹാർദ്ദം തകർത്ത് എത്രയോ പ്രദേശങ്ങളിൽ കലാപങ്ങൾ നടക്കുന്നു. ഈ കലാപങ്ങളുടെ വർത്തമാനത്തിൽ നിന്നാണ് ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ നാം ചർച്ച ചെയ്യേണ്ടത്. അവിടെ ചരിത്രത്തിൽ എന്താണ് ഇതിന്റെ വസ്തുത? ആ ചരിത്ര വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ന്യായങ്ങളാണോ കേരളത്തിലെ ഗവർണറോ BJPക്കാരോ രാജ്യത്തെ BJPക്കാരോ പറയുന്നത്? എന്താ ഇന്ത്യയുടെ ചരിത്രം? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഒരു നാൾ മുമ്പ് ഈ രാജ്യം വിഭജിക്കപ്പെടുന്നതിലേക്ക് നയിച്ച, ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് നയിച്ച, ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടീഷനിലേക്ക് നയിച്ച ഇന്ത്യൻ അന്നത്തെ മുസ്ലിം ലീഗിന് വെള്ളവും വളവും കൊടുത്തത് ആരാ ഇന്ത്യയുടെ ചരിത്രത്തിൽ? അന്നത്തെ ലീഗായിരുന്നു അന്ന് ചരിത്രത്തിൽ വിഭജനം വേണം എന്ന് ആവശ്യപ്പെട്ടതെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടാൻ വേണ്ടി അന്നത്തെ ലീഗിന്റെ നേതൃത്വം, മുഹമ്മദ് അലി ജിന്ന ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചതാര്? അവർക്ക് വെള്ളവും വളവും കൊടുത്തതാര്? ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം ഇന്ത്യക്കകത്തെ മതന്യൂനപക്ഷങ്ങളെ ഇവിടെ നിന്ന് തുരത്തി അവർക്ക് അപ്രാപ്യമായ ഈ രാജ്യത്തെ മതവർഗീയവാദികൾ, ഹിന്ദുത്വവാദികൾ വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രം സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചത് RSS ആണ്. RSSന്റെ നേതാക്കന്മാരാണ്. VD സവർക്കർ 1937 വരെയുള്ള ഇന്ത്യൻ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ആ 37 വരെയുള്ള ഇന്ത്യൻ ചരിത്രത്തിൽ വിഭജനത്തിന്റെ വലിയ വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 37 ശേഷം 1938 ഈ രാജ്യത്ത് VD സവർക്കർ, ഈ ഹിന്ദു മഹാസഭയുടെ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഈ പറയുന്ന BJP പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട നേതാവാണല്ലോ, നടത്തിയൊരു പ്രസംഗം നമുക്ക് ഓർക്കണ്ടേ? എന്താ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്? ഈ രാഷ്ട്രം രൂപീകരിക്കാൻ പോകുന്നത് ഭൂരിപക്ഷമാണ്. അങ്ങനെ ഭൂരിപക്ഷത്താൽ രൂപീകരിക്കപ്പെടാൻ പോകുന്ന രാഷ്ട്രത്തിൽ എന്താണോ ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയത് അത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടേണ്ടതായിട്ട് വരും.
ജന്മനിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടപ്പിലാക്കി ഉന്മൂലനം ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടി വരും എന്ന് ആദ്യം പ്രസംഗിച്ചത് VD സവർക്കറാണ്. ഈ VD സവർക്കറിന്റെ പ്രസംഗം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ ഭീതിജനകമായ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിച്ച RSS ആണ്. RSS സൃഷ്ടിച്ച ഭീതിജനകമായ വർഗീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് ഇന്ത്യ നയിക്കപ്പെട്ടത്. അത് ഈ ചരിത്രത്തിന്റെ ഭാഗം. ഇനി ഇന്ത്യ വിഭജനത്തിന് ശേഷം എന്താ സംഭവിച്ചത്? ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള ചരിത്രം നമ്മൾ പഠിക്കണ്ടേ? ഇന്ത്യ വിഭജിക്കപ്പെട്ട ശേഷം ഈ രാജ്യത്തിനകത്ത് 2 നേഷൻ തിയറി ഉയർത്തിപ്പിടിച്ച് വലിയ പ്രചരണം നടത്തിയതാരാ? 2 നേഷൻ തിയറി ഉയർത്തിയതാരാ ഈ രാജ്യത്ത്? RSS അല്ലേ? അപ്പോൾ ആ RSS തന്നെ ഏത് ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് നയിക്കാൻ വേണ്ടുന്ന എല്ലാ കരുക്കളും സസൂക്ഷ്മം നീക്കി ജാഗ്രതയോടുകൂടി ഇന്ത്യ വിഭജിക്കപ്പെടുന്നുവെന്നും ആ വിഭജിക്കപ്പെടുന്നതിൽ ഒരു കഷ്ടം ഞങ്ങൾക്ക് കിട്ടുമെന്നും പ്രതീക്ഷിച്ചിരുന്ന RSSന് ഏറ്റവും തലക്കടിയായിരുന്നു ഇന്ത്യയുടെ വിഭജനത്തിൽ ഇന്ത്യ സെക്യുലർ ആയത്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രതിരോധ രാഷ്ട്രീയമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു പങ്കുമില്ലാത്ത RSSന് അതിനെ പ്രതിരോധിക്കാൻ മറ്റു പല കാര്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ട് വരും. 15 വർഷം ചരിത്രം പറഞ്ഞു എന്നാണ് BJP പ്രതിനിധി പറഞ്ഞത്. എത്ര നാൾ ഐസ് കട്ടയിൽ പെയിന്റ് അടിച്ചാലും ആ പെയിന്റ് അതിൽ പിടിക്കാൻ പോകുന്നില്ല. എത്ര നാൾ തെറ്റായ ചരിത്രം ഇന്ത്യക്കാരോട് നിങ്ങൾ വിശദീകരിക്കാൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ RSSന്റെ പങ്ക് എല്ലാ കാലത്തും മുഹമ്മദ് Debate with Smriti Parittikad.